തുടക്കം കണ്ടു. വിസ്മയ മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമയാണ്. സത്യം പറഞ്ഞാൽ വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നത്. എനിക്കും അങ്ങനെ വലിയ പ്രതീക്ഷയുള്ള ഒരു പടമൊന്നും ആയിരുന്നില്ല. പക്ഷേ CJP സപ്പോർട്ട് ചെയ്ത് വിസ്മയ പോസ്റ്റ് ഇട്ടതോടെ ചില പ്രത്യേക വിഭാഗക്കാർ അനാവശ്യ ഹെയ്റ്റ് ഒക്കെ ഇറക്കി പടത്തിനൊരു ഹൈപ്പ് ഉണ്ടാക്കി മാറ്റുകയായിരുന്നു. ഞാൻ പോലും പയ്യെ കണ്ടാൽ മതിയെന്ന് വിചാരിച്ചൊരു പടമാണ്. പക്ഷേ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ ഞാൻ ഇത് കാണണമെന്ന് തീരുമാനിക്കാനുള്ള കാര്യം പോലും ഈ വിസ്മയക്കെതിരെയുള്ള ഇവരുടെ അനാവശ്യ ഹെയ്റ്റ് ക്യാമ്പയിൻ കൊണ്ടാണ്. അതെന്തെങ്കിലും ആട്ടെ, ജൂഡ് ആന്റണി ജോസഫ് ആണ് സംവിധാനം. വിസ്മയ മോഹൻലാൽ, ആശിഷ് ജോ ആന്റണി, സായി കുമാർ, മനോജ് കെ ജയൻ, ബോബി കുര്യൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. അപ്പോൾ ഇന്ന് ഈ മലയാളം ക്രൈം ത്രില്ലർ സിനിമയെക്കുറിച്ച്. ഇടുക്കിയോട് ചേർന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു അച്ഛനും മോളും അവരുടെ ജീവിതത്തിലേക്ക് ഒരു കൊടൂര സൈക്കോ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് തുടക്കം എന്ന സിനിമ പറയുന്നത്. നല്ലൊരു തുടക്കമായിരുന്നു സിനിമയുടേത്. സ്റ്റാർട്ടിംഗ് സീൻ, ടൈറ്റിൽ ഗ്രാഫിക്സ് കാണിക്കുന്ന ഉൾപ്പെടെ എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിരുന്നു. നല്ല കിടുവായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. വിസ്മയ ആണെങ്കിലും ആദ്യ പകുതിയിൽ നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എഴുത്തുകൊണ്ടായാലും പെർഫോമൻസ് കൊണ്ടായാലും മേക്കിംഗ് ആയാലും വീക്കായിട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് അനുഭവം. പോസിറ്റീവ്സ് പറഞ്ഞാൽ ഈ ഒരു ഐഡിയ നൈസ് ആയിരുന്നു. ബേസിക് പ്ലോട്ട് നല്ലതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അതും പെൺകുട്ടികൾ പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ പറഞ്ഞ് നല്ലൊരു മെസ്സേജ് തരാൻ സിനിമ ശ്രമിച്ചിട്ടുണ്ട്. അത് കൊള്ളാം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഹാഫിലെല്ലാം കൊള്ളാമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വില്ലൻ കഥാപാത്രത്തെ ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടുപോയി. ഇന്റർവെൽ വരെ ആ ഒരു ഹൈപ്പ് നല്ല രീതിയിൽ തന്നെ പടം നിലനിർത്തുകയും ചെയ്തു. സോ ഇതിന്റെ പ്രധാന പോസിറ്റീവ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണ് എന്ന് പറയാം. പെർഫോമൻസിൽ വിസ്മയ ഫസ്റ്റ് ഹാഫിൽ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചില ബാലാരിഷ്ടതകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് പുള്ളിക്കാരിയുടെ പെർഫോമൻസും വീക്കായിട്ട് മാറിയതായിട്ട് തോന്നിയത്. പ്രത്യേകിച്ച് എലവേഷൻ സീനുകൾ കഥ കൊണ്ട് വളരെ ഇമ്പാക്ട്ഫുൾ ആണെങ്കിലും കഥയിലേറെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ഒരു മാസ് ഭാഗങ്ങളൊക്കെ പെർഫോമൻസിൽ അല്പം വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കൊറിയോ ചെയ്ത് വെച്ചിരിക്കുന്നതും മേക്ക് ചെയ്തിരിക്കുന്നതും ഒക്കെ അല്പം ശോകമായിട്ട് തന്നെ തോന്നി. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നമ്മൾ തമിഴിൽ ബ്ലാസ്റ്റ് പോലെയുള്ള സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ. എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു സിനിമയോട് അറിയാതെ തട്ടിച്ചു നോക്കും. കുറച്ചുകൂടി നന്നായിട്ട് അത് കൊറിയോ ചെയ്ത് അവതരിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. ആക്ച്വലി അതിലെ പ്രീതി മുകുന്ദൻ ലെവൽ പെർഫോമൻസ് ആവശ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. സോ കുറച്ചുകൂടി ഒന്ന് ട്രെയിൻ ചെയ്ത് ഒന്നുകൂടി പ്രിപ്പയർ ആക്കിയതിന് ശേഷം ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നി. ആന്റണി വർഗീസിന്റെ മകൻ ആശിഷ് ആന്റണിയുടെ പേരായിരിക്കും ഈ പടം കഴിയുമ്പോൾ മിക്ക ആൾക്കാരും എടുത്തു പറയുക. കിടുവായിട്ട് പയ്യൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ എമ്പുരാനിൽ ഒരു റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഒരു മുഴുനീള കഥാപാത്രമാണ്. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് പിടിച്ചേക്കുന്നതാണെങ്കിലും ആക്ഷനും ഒക്കെ നൈസ് ആയിരുന്നു. ഡയലോഗ് ഒന്നും അധികം അങ്ങനെ ഇല്ല. പക്ഷെ ലുക്ക്, ഭാവമൊക്കെ കൊണ്ട് ആ ക്യാരക്ടർ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ആശിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എഴുത്തിൽ സെക്കൻഡ് ഹാഫിൽ ആ ക്യാരക്ടറും വീക്കായിട്ട് മാറി. ആക്ച്വലി അങ്ങനെയാണ് ആ ക്യാരക്ടർ ചെന്ന് അവസാനിക്കുകയൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ മല പോലെ വന്ന് എലി പോലെ പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ലോഗയോ ബ്ലാസ്റ്റോ അങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണെങ്കിൽ പോലും കൺവിൻസിംഗ് ആക്കുന്നതിൽ പടം പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് തോന്നി. ബോബി കുര്യൻ കിടുവായിരുന്നു. സായി കുമാർ, മനോജ് കെ ജയൻ എന്നിവരും കൊള്ളാം. ഗണേഷ് കുമാറിനെ കോമഡി ആക്കിയത് ബോറായിട്ടാണ് തോന്നിയത്. ജാഫർ ഇടുക്കി, ജിബിൻ ഗോപിനാഥ്, കോട്ടയം രമേശ്, ദിനേശ് പ്രഭാകർ, നിൽജ കെ ബേബി, പോളി വത്സൻ, ജയക്കുറുപ്പ് തുടങ്ങിയവരും പടത്തിലുണ്ട്. ചിപ്പിയും മിയ ജോർജും ക്യാമിയോ റോളിലും വരുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ജോമോണ്ടി ജോൺ, അഖിൽ ജോർജ് എന്നിവരുടെ ക്യാമറ കൊള്ളാം. ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ്. JX ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൈസ് ആണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ സ്കോർ ആണ് പടത്തെ വല്ലാതെ എലിവേറ്റ് ചെയ്യുന്നത്. ചിത്ര പാടിയ പാട്ട് നൈസ് ആയിരുന്നു. ജൂഡ് ആന്റണി, അഖിൽ കൃഷ്ണ, ലിനീഷ് നെല്ലിക്കൽ എന്നിവർ ചേർന്നാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് ഹാഫ് ആണ് പടത്തിന്റെ പ്രധാന പോരായ്മ. വൻ ഇലവേഷൻ സംഭവിക്കേണ്ട, സ്ക്രിപ്റ്റ് വൈസ് വളരെ ഹൈ പോകേണ്ട ഒരു പോർഷനാണ്. പക്ഷെ അത് എഴുതിയതും എടുത്തു വെച്ചേക്കുന്നതും പെർഫോമൻസ് വൈസും ഒക്കെ ശോകമായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു മെയിൻ റിവീലിംഗ് പോർഷനൊക്കെ അവിടെയൊക്കെ ഹൈ തരേണ്ടതാണ്. പക്ഷെ ആ ഒരു ഗും ഉണ്ടായില്ല. ഇപ്പോൾ ഓൾറെഡി മാർഷൽ ആർട്സ് പഠിച്ച കുട്ടിയാണെന്ന് നമുക്കറിയാം. സോ നമുക്ക് പടം എങ്ങോട്ടാണ് പോകുന്നതെന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടി പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇനി പറയുന്നത് ചെറിയ സ്പോയിലർ ആയിരിക്കാം. അങ്ങനെ വലിയ സ്പോയിലർ ഒന്നുമല്ല. ഓൾറെഡി പോസ്റ്ററിലും ട്രെയിലറിലും ഒക്കെ കണ്ട് നമുക്കറിയാം ഇതിൽ മോഹൻലാലിന്റെ ക്യാമിയോ ഉണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്ക് ആ ക്യാമിയോ റോളാണ് ഈ പടത്തെ ഒരു ശരിക്കും നെപ്പോ മൂവി ആക്കുന്നതെന്നാണ് തോന്നിയത്. സത്യത്തിൽ അതൊരു അനാവശ്യ ക്യാമിയോ റോൾ തന്നെയായിരുന്നു. ഒരു ടൈം ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ പിന്നെയും വന്നപ്പോൾ ഇത് ശരിക്കും 1ാം ക്ലാസ്സിൽ കുട്ടിക്കൊപ്പം പേരൻസ് കൂടെ വരുന്ന ഒരു ഫീൽ ആണ് തോന്നുന്നത്. അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ, ഫോഴ്സ്ഡ് എന്ന് തോന്നാത്ത രീതിയിൽ അവതരിപ്പിക്കണമായിരുന്നു. അതിനും സാധിച്ചില്ല. ആ കുട്ടിക്ക് ഓൾറെഡി ഒരു ഓറയുണ്ട്. അച്ഛന്റെ തണലല്ലാതെ അതിന് ഭാവിയിൽ തെളിയിക്കാൻ പറ്റും അത് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ വില്ലൻ ആൻഡ് കൂട്ടാളികളാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ക്ലീഷ ആയിട്ട് മാറുന്ന പോലെ തോന്നി.
സോ മൊത്തത്തിൽ ഇതിന്റെ സെക്കൻഡ് ഹാഫ് മേക്കിങ്ങും എഴുത്തും സ്റ്റേജിങ് പെർഫോമൻസ് ഒന്നും അത്രയ്ക്ക് കൺവിൻസിംഗ് ആയില്ല. കുറച്ച് ഫോഴ്സ്ഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നി. അല്ലെങ്കിൽ അത് മറയ്ക്കുന്ന രീതിയിൽ മേക്ക് ചെയ്യാൻ അവർക്ക് പറ്റിയുമില്ല. ചുരുക്കത്തിൽ കിടുവായിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്, പക്ഷെ വീക്ക് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് കൊണ്ട് പടം എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. പ്രമേയപരമായിട്ട് നല്ലതാണെങ്കിലും ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിലും മേക്കിംഗ്, കാസ്റ്റിംഗ്, പെർഫോമൻസ് ഒക്കെ വെച്ച് അല്പം സെക്കൻഡ് ഹാഫ് കൊണ്ട് ശോകമായിട്ട് തോന്നിയ ഒരു പടമാണ്. ബെറ്റർ ആക്കി ഒരുക്കാമായിരുന്നു എന്ന് തോന്നി. പടം നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. 2 മണിക്കൂർ 18 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ അല്ല, പക്ഷേ UA 13+ ആണ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.